ബെത്ലഹേം മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 13-ാം അധ്യായത്തിലെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് അവിടെ നിർത്തി. ഇനിയും 14-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഇതിൽ 2-3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പ്രധാനമായിട്ടും 1 ഭാഷാപരം, 2 പ്രവചനം, 3 സ്ത്രീകളുടെ സഭയിലുള്ള സ്ഥാനം. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതൊരു 3 എപ്പിസോഡ് കൊണ്ട് തീർക്കാം എന്ന് വിചാരിക്കാം. ആത്മീയ വരങ്ങളെക്കുറിച്ച് 12-ാം അധ്യായത്തിൽ ആരംഭിച്ചു. അതിൽ പ്രതിപാദനം 14-ാം അധ്യായത്തിലാണ് പര്യവസാനിക്കുന്നത്. 12-ാം അധ്യായത്തിൽ വിവിധ വരങ്ങൾ സഭയുടെ പ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. 13-ാം അധ്യായത്തിൽ സകല വരങ്ങളിലും ശ്രേഷ്ഠമായിട്ടുള്ളത് സ്നേഹമാണെന്നും അതുകൂടാതെ ഏത് സിദ്ധിയും പ്രയോജനരഹിതമാണെന്ന് സ്ഥാപിച്ചു. 14-ാം അധ്യായത്തിൽ കോരിന്ത് സഭയിൽ ഒരു പ്രശ്നമായി തീർന്ന ഭാഷാപരത്തേക്കാൾ പ്രവചനപരമാണ് കൂടുതൽ പ്രയോജനപരമെന്ന് സമർത്ഥിക്കുകയാണ്. പ്രവചനപരം ഭാഷാപരത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നു. അതിൽ 26 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങളിൽ വരങ്ങൾ ക്രമമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുന്നു. 34 തൊട്ട് 36 വരെ സ്ത്രീകൾ സഭയുള്ള സ്ഥാനത്തെക്കുറിച്ചും പറയുന്നു. ഈ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പ്രവചനം ഭാഷാപരത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് നമ്മൾ ഇത് 3ആയി തിരിച്ച് ചിന്തിക്കണം. 1 ആത്മീയ വർധന സംബന്ധിച്ച പരിശോധന, അതാണ് 1 മുതൽ 5 വരെ. ഇന്ന് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 ഇതിൻ്റെ സ്പഷ്ടത സംബന്ധിച്ച പരിശോധന, അത് 6 തൊട്ട് 12 വരെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രയോജനം സംബന്ധിച്ച പരിശോധന. ഇതെല്ലാം തന്നെ പല രീതിയിൽ ഇത് പരിശോധിക്കുകയാണ്. സ്നേഹം ആചരിക്കാൻ ഉത്സാഹിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡിൽ അല്ലെങ്കിൽ പ്രീവിയസ് അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സ്നേഹം ആചരിക്കുവാനായിട്ട് ഉത്സാഹിക്കുക എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുകയാണ്. ഫോളോ ആഫ്റ്റർ ദ ലവ്. സ്നേഹം ഒരു ഗുണമാണ്, അത് എല്ലാവർക്കും വെളിപ്പെടുത്താം. എല്ലാറ്റിലും വലുതായിട്ടുള്ളത് സ്നേഹമാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. ഈ ആത്മീയവരങ്ങളെ വാഞ്ചിക്കാൻ പറയുന്ന ഈ കാര്യം നമ്മൾ ശ്രദ്ധേയമായിട്ട് നമ്മളിത് മനസ്സിലാക്കണം. ആത്മീയ വരങ്ങളെ നമ്മൾ വാഞ്ചിക്കണം. അപ്പോഴതോട് ചേർന്ന് തന്നെ പ്രവചനപരത്തെ കൂടുതൽ എംഫസിസ് കൊടുത്ത് സംസാരിക്കുകയാണ്. വിശേഷാൽ പ്രവചനപരം. അതുകൊണ്ട് പ്രവചനം എന്ന് പറയുന്നത് ശരിക്കും ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പ്രവചനം എന്ന് പറയുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു സുവിശേഷം അല്ലെങ്കിൽ ഒരു വചനഘോഷണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, പ്രവചനം വന്നിട്ടാണ് നമ്മൾ രൂപാന്തരപ്പെടേണ്ടത്. ആത്മീയ വർധനയ്ക്കുള്ള പ്രവചനം എന്ന് പറയുന്നത് അതാണ്. പ്രവചനപരവും ഭാഷാപരവും ആയിട്ട് ഉള്ള വ്യത്യാസങ്ങൾ 2 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് കാണുന്നു. അതിൽ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 59 തൊട്ട് 65 വരെയുള്ള എപ്പിസോഡിൽ ഞാൻ 2 എപ്പിസോഡ് അന്യഭാഷയെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുണ്ട്. അന്യഭാഷ എന്താണെന്നും അന്യഭാഷയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും അന്യഭാഷ ആഗ്രഹിക്കണമെന്നും അത് നിന്നുപോയോന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അതിലുണ്ട്. നിങ്ങളത് പോയി ശ്രദ്ധിക്കുക. അതിന് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ അതിലെ വീഡിയോസ് ക്ലിക്ക് ചെയ്യുക. വീഡിയോസ് ക്ലിക്ക് ചെയ്യുമ്പം 1 തൊട്ട് ഇങ്ങോട്ടുള്ള വീഡിയോസ് വരും. ഇപ്പോൾ 650 വീഡിയോസ് കഴിഞ്ഞല്ലോ. അതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അത് നോക്കിയിട്ട് ഈ പറഞ്ഞ അന്യഭാഷയെക്കുറിച്ചുള്ള 2 വീഡിയോസ് ഉണ്ട്. അത് 2 വർഷത്തിന് മുമ്പ് ചെയ്തതാണ്. അതിൽ നിന്ന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതിപ്പോൾ അതുപോലെ തന്നെയാണ്. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ കേൾവിക്കാർക്ക് ആകുകയില്ല എന്ന അർത്ഥത്തിലാണ് ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത്. അത് ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു.
എന്ന് പറഞ്ഞാൽ മർമ്മം എന്ന് പറയുന്നതിൻ്റെ മൂലഭാഷയിൽ നിന്ന് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മർമ്മം വെളിപ്പെടുത്തപ്പെട്ടാൽ പിന്നെ അത് മർമ്മം അല്ലാതായി പോകും. എന്നാൽ ബൈബിളിലെ മർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെളിപ്പെട്ട മർമ്മങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ വെളിപ്പെടാത്ത മർമ്മങ്ങളും അന്യഭാഷക്കാരൻ മർമ്മങ്ങൾ സംസാരിക്കുകയാണ്. അത് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ, സഭയിൽ അന്യഭാഷയിൽ സംസാരിച്ചത് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രയോജനമില്ല എന്നതും, സഭയ്ക്ക് ആവശ്യമായ എല്ലാ സത്യങ്ങളും അന്യഭാഷക്കാരൻ വെളിപ്പെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ വരുന്ന, നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും, അവിടെ വരുന്ന ചില ആളുകൾ കർത്താവിനെ അറിയാത്തവരും ജാതികളിൽ നിന്ന് വരുന്നവരും ഈ അന്യഭാഷക്കാരൻ പറയുന്നത് കൊണ്ട് ആരെങ്കിലും ഒരാൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് വിവേചിച്ച് കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. പ്രവചിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ കേൾവിക്കാരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അന്യഭാഷ എന്ന് പറയുന്നത് എന്താണ്? സ്പീക്കിംഗ് ടു ഗോഡ്. അതിനകത്ത് ആദ്യം അങ്ങനെയാണ് പറയുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു. പ്രൊഫറ്റ്സി എന്ന് പറയുന്നത്, പ്രവാചകൻ എന്ന് പറയുന്ന ജനങ്ങളോട് സംസാരിക്കും. പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ ഇത് അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞതിനകത്ത് 3 രീതിയിലുള്ള ഭാഷാ വരങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ഒന്ന്, ഞാനത് ചുരുക്കമായിട്ട് ഇപ്പം പറയാം. നിങ്ങൾ ആ എപ്പിസോഡ് പോയിട്ട് നിങ്ങൾ നോക്കിയിട്ട് അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. കാരണം അതിനകത്ത് ഏകദേശം നമ്മൾ അരമണിക്കൂർ 3/4 മണിക്കൂർ ടൈം എടുത്തിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് പോയി നന്നായിട്ട് പഠിക്കുക. എന്നെ ബൈബിളിലുള്ള മറ്റുള്ള റെഫറൻസ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ലുള്ള ഭാഷാവരം എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ഒന്നുകൂടി തന്നെ അത് ക്ലാരിറ്റിക്ക് വേണ്ടി പറയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ൽ പറയുന്ന ഭാഷാവരം, ഒരാൾ വേറൊരാളുടെ ഭാഷയിൽ സംസാരിക്കുകയും മറ്റുള്ളവർ അവരുടെ ഭാഷയുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു. ഒരാൾ, ഇപ്പം ഞാൻ സംസാരിക്കുന്നു, 2 രീതിയിൽ സംസാരിക്കാം. ഞാൻ സംസാരിക്കുന്നത് ഇപ്പം മലയാളത്തിലാണ്. എന്നാൽ ഇവിടെയുള്ള ജർമ്മനിയിൽ നിന്ന് വന്നിരിക്കുന്നവരും അറബികളും അല്ലെങ്കിൽ സ്വീഡൻകാരും ഞാൻ പറയുന്ന മലയാളം അവരുടെ ഭാഷകളിൽ അവർ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതാണ് ഒന്ന്. രണ്ടാമത്, ഞാൻ പറയുന്നത് തന്നെ മറ്റുള്ളവരുടെ ഭാഷകളിൽ പറയുന്നു. ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ ഭാഷയിൽ പറയും. ഞാൻ പറയുന്ന ഫ്രഞ്ചിൽ, എനിക്ക് ഫ്രഞ്ച് അറിയത്തില്ല, ഞാൻ ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുന്നു. ഇത് രണ്ടും തന്നെ ഇൻ്റലിജൻസ് ലാംഗ്വേജ്. എന്ന് വെച്ചാൽ ഇതുവരെയും ലോകത്തിലുള്ള ലാംഗ്വേജാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഭാഷാവരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാഷ എന്ന് പറയുന്നത് ആരും തിരിച്ചറിയാത്ത ഭാഷ. ഇവിടെ പറയുന്നതാണ്, ആരും തിരിച്ചറിയുന്നില്ല. അതെന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് ദൈവവുമായിട്ട് സംസാരിക്കുന്നു, അത് ആത്മീയവർദ്ധന വരുത്തുന്നു എന്ന് പിന്നീട് എഴുതിയിട്ടുണ്ട്. അത് സഭയിൽ സംസാരിക്കുമ്പോൾ വേറൊരാൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നും പറയുന്നുണ്ട്. ഇതാണ് അന്യഭാഷയെക്കുറിച്ചുള്ളത്. സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്താനായിട്ട് അന്യഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളത് ഇൻ്റർപ്രറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. അത് നമ്മൾ താഴോട്ട് പിന്നെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയും. ആദ്യം അപ്പോസ്തല പ്രവൃത്തി 2-ലുണ്ടായിരുന്നത് മറ്റുള്ളവരുടെ ഭാഷയിൽ സംസാരിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാ അവരുടെ ഭാഷയുള്ളത് മനസ്സിലാക്കി കൊടുത്താണ്. അല്ലാതെയുള്ള ഇവിടെ പറയുന്ന അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും ആത്മാവിൽ മർമ്മങ്ങൾ, നമ്മുടെ പേഴ്സണൽ എഡിഫിക്കേഷന് വേണ്ടി ദൈവത്തോട് സംസാരിക്കും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ സംസാരിക്കാറുണ്ട്. ആണ് ദൈവത്തോട് സംസാരിക്കുന്ന കാര്യമാണ്. ദൈവം പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരാറുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ 3 തരത്തിലുള്ള രീതികളാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രവാചകൻ കേൾവിക്കാരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പ്രവാചകൻ കേൾവിക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്നു. ഓക്കെ, അതായത് ഇത് പ്രവാചകൻ്റെ ശുശ്രൂഷയിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത്. ഒന്ന്, ആത്മീയ വർധന. പ്രവാചകൻ പറയുമ്പോൾ ആത്മീയ വർധന വരുത്തുന്നു. ആത്മീയ വർധന എന്ന് പറയുന്നത് എന്താണ്? അവനെ എഡിഫൈ ചെയ്യാണ് പ്രവാചക ശുശ്രൂഷ വഴി. 2, അവന് പ്രബോധനം നൽകുകയാണ്. നീ ഈ രീതിയിലൊക്കെ പോകണം, ഒരു പ്രബോധനം കൊടുക്കുകയാണ്. ഓക്കെ, നീ ഈ രീതിയിൽ പോയാൽ നല്ലതാണ് എന്നുള്ള രീതിയിലൊരു പ്രബോധനം കൊടുക്കുക. ചില കാര്യങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും, നീ പോകുന്ന വഴി ശരിയല്ലെന്നും ബാക്കിയുള്ള കാര്യങ്ങൾ. 3, ആശ്വാസം.
ഫിലിപ്പിയർ 2:1 വാക്യമുണ്ട് അതിനെക്കുറിച്ച്. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ. ഇത് പറഞ്ഞെഴുതി ഈ ഒരു ആശ്വാസത്തിൻ്റെ കാര്യമാണ്. അത് നമുക്ക് ആത്മാവിന് കുളിർമയും ചൈതന്യവും നൽകുന്ന വാക്കുകൾ, ആശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രവാചകങ്ങൾ കൂടെ കേൾക്കാം. ഒരു നിരാശയിലെ, ഒരു കണ്ണുനീരിലെ, ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോഴേ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ഒരു പ്രവാചകൻ കൂടി ഒരു വ്യക്തിയിലേക്ക് വരുമ്പോഴേ ആശ്വാസം കിട്ടുന്നു. പ്രബോധനം വരുന്നത് എന്തിനാണ്? മാന്യം, അവനിലെ ക്രിസ്തീയ വളർച്ചയിലെ മേലോട്ടുള്ള പ്രയാണത്തിലെ മാന്യം വന്നിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോഴേ അവൻ്റെ അസോസിയേഷൻ ശരിയല്ലെന്നോ അവൻ തെറ്റായിട്ടുള്ള വഴികളിൽ പോകുന്നുവെന്നും ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുമ്പോഴേ അതിൽ നിന്ന് വിമുഖനാകാൻ, അതിൽ നിന്ന് മാറുവാനായിട്ട് അത് ആവശ്യമാണ്. ആശ്വാസം ദുഃഖം നീക്കുന്നതിനുള്ളതാണ്. അതുകൊണ്ട് ഏത് ക്രിസ്തീയ കൂട്ടായ്മയിലായാലും ഈ ദുഃഖിതന്മാരെ ആശ്വസിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്, അല്ലേ? ദൈവത്തിന് അത് ആഗ്രഹമുണ്ട്, ദുഃഖിതന്മാരെ ആശ്വസിക്കണം. അതുപോലെ ആളുകളെ പണിയണം, ഇതെല്ലാം ആവശ്യമാണ്. അതുപോലെ ആൾ തെറ്റിപ്പോകുന്നെങ്കിൽ അവരെ നേരെ കൊണ്ടുവരണം, ഇതിനെല്ലാം ആവശ്യമാണ്. ഈ ഉപദേശങ്ങൾ, ഈ കെട്ടുപണി അല്ലെങ്കിൽ ആത്മീയ വർധന, പ്രബോധനം, ആശ്വാസമൊക്കെ പ്രവാചക ശുശ്രൂഷയിലുള്ളതാണ്. പ്രവചനവും അന്യഭാഷയും തമ്മിൽ വേറൊരു വ്യത്യാസം ഉണ്ട്. അന്യഭാഷക്കാരന് സ്വയം ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രവാചകൻ സഭയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അന്യഭാഷ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ ഇതിൽ പറയുന്നുണ്ട് 14:5 അന്യഭാഷകൾ സംസാരിക്കണം, നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാളും വലിയവൻ. അന്യഭാഷ വ്യാഖ്യാനിച്ച് സഭയിൽ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാവണം. നിങ്ങളുടെ സഭയിൽ അന്യഭാഷ പറഞ്ഞിട്ട് അത് വ്യാഖ്യാനിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ അന്യഭാഷ വ്യാഖ്യാനിക്കാനുള്ള ഒരു ആത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ അന്യഭാഷയിൽ ഇങ്ങനെ വെറുതെ സഭയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് ഒരു ഭാഷണം എന്നുള്ളതിനപ്പുറമായിട്ട് ഒരു പ്രയോജനമില്ല. ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അവരൊരു എഡിഫിക്കേഷനാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബഹളം പോലെ തോന്നും. ഇപ്പം എല്ലാവരും വിശ്വാസികളാണ്, എല്ലാവരും അന്യഭാഷ പറയുന്നവരാണെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് തോന്നത്തില്ല. അല്ലെങ്കിൽ ആ ഭാഷണത്തിന് പ്രത്യേകിച്ച് പ്രയോജനം എന്തെന്ന് പൗലോസ് ചോദിക്കുകയാണ്. ഇവിടെ പറയുന്നു, വെളിപ്പാട്, ജ്ഞാനം, പ്രവചനം, ഉപദേശം, ഈ 4 കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. പൗലോസ് ചോദിക്കുന്നു, വെളിപ്പാട്, ജ്ഞാനം, പ്രവചനം, ഉപദേശം, ഈ 4 കാര്യങ്ങൾ. വെളിപ്പാട്, സത്യം ഉടൻ വെളിപ്പെടുത്തി കിട്ടുന്നതാണ് വെളിപ്പാടെന്ന് പറയുന്നത്. അതിൻ്റെ ഫലം എന്താണ്? പ്രവചനം. ജ്ഞാനം, എഴുതപ്പെട്ട വചനത്തെ ആധാരമാക്കിയുള്ള ഉപദേശമാണ് ജ്ഞാനം. അന്നേരം വെളിപ്പാടും പ്രവചനവും ഒന്നിച്ചു പോകും. ഒരാൾക്ക് വെളിപ്പാട് കിട്ടി അത് പ്രവചിക്കാം. വെളിപ്പാട് ലഭിച്ചവനൊക്കെ പ്രവാചകനാണ്. അതായത് ജ്ഞാനത്തിൻ്റെ വചനം ലഭിച്ചവൻ ആരാണ്? ഉപദേഷ്ടാവാണ്. ഇങ്ങനെയുള്ള ആളുകൾ സഭയിലുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രയോജനമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഇവിടെ പറയുന്ന എന്തെങ്കിലുമൊക്കെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ നാദഭേദം കാണിക്കാതിരുന്നാൽ അതിനുണ്ട് എന്ത് പ്രയോജനം? പഴയ കാലത്ത് കാഹളം ധ്വനിക്കുമ്പോഴേ പടയ്ക്ക് പുറപ്പെട്ടിരുന്നു. അതിൽ ആ ശബ്ദം വ്യക്തമായി കേട്ടാലേ പട്ടാളക്കാർക്ക് പടയ്ക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാഹളം തെളിവില്ലാതെ നാദം കൊടുത്താൽ പടയ്ക്ക് ആർ ഒരുങ്ങും എന്ന് ചോദിക്കുന്നു. അതുപോലെ നിങ്ങളും നാവ് കൊണ്ട് തെളിവില്ലാത്ത കാര്യം ഉച്ചരിച്ചാൽ അതെങ്ങനെ അറിയും? കാറ്റിനോട് സംസാരിക്കുന്നത് പോലെ ആയിപ്പോകുമല്ലോ എന്ന് പറയുന്നു. അതിനാൽ വിവിധ ഭാഷകൾ, ഭാഷാപരം കൊണ്ട് സംസാരിക്കുന്നവർ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഷ സംസാരിക്കുമ്പോഴേ
അത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവരെ എന്താണ് വിളിക്കുന്നത്? അപരിഷ്കൃതർ എന്ന് വിളിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സഭയിലെ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കട്ടെ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി സഭയിലെ അന്യഭാഷയ്ക്ക് ഉപരിയായിട്ട് പ്രവചനപരമാണ് നല്ലത് എന്നുള്ളത്. ഇനിയും താഴോട്ടുള്ള ഭാഗത്ത് ആത്മാവ് കൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പാടും. നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചെയ്യൽ ആത്മാവ് വരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കുക, നിൻ്റെ സ്തോത്രത്തിന് അങ്ങനെ ആമീൻ പറയും. നീ നന്നായി സ്തോത്രം ചെല്ലുന്നു, മറ്റവൻ ആത്മീയ വെറുതെ വരുന്നില്ല താനും. ഇത് അന്യഭാഷ പ്രയോജനമുള്ളതാണ്. എന്നാൽ ഭാഷാപരത്തിലെ ബുദ്ധിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നു, വിവേചന ശക്തി ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കും ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. ബുദ്ധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമേ അതുപോലെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇവിടെ പറയുന്നു ആത്മാവിൽ പാടും, ബുദ്ധി കൊണ്ട് പാടും. അന്നേരം നമ്മൾ ഈ അന്യഭാഷയൊക്കെ സംസാരിക്കുന്നവരിങ്ങനെ അല്ല ട്യൂണിലൊക്കെ ഇങ്ങനെ എന്താണ് ബീറ്റിൻ്റെ കണക്കനുസരിച്ചൊക്കെ പറയുന്നത് നമ്മളതിനെക്കുറിച്ചൊന്നും ക്രിറ്റിസൈസ് ചെയ്യല്ല പറയുന്നത്. അതൊക്കെ ആത്മാവ് കൊണ്ട് പാടുന്നതായിരിക്കാം, നമുക്കറിയത്തില്ല. ബുദ്ധി കൊണ്ടും പാടും, ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ ആമീൻ പറയണം. നമ്മുടെ നിലപാടിൽ ആമീൻ പറയണമെങ്കിൽ അവർക്കത് മനസ്സിലാവണം. എന്നിട്ട് പൗലോസ് ഇവിടെ പറയാണ്, നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവർ പഠിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പ്രവാനിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ സഭയിലെ മറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ലാത്തവർ കടന്നു വരുന്നതുകൊണ്ട് ഈ അന്യഭാഷയിൽ ഇങ്ങനെ പറഞ്ഞാൽ ആളുകൾക്കത് അരോചകത്വം തോന്നുന്നുണ്ട്. ഞാൻ ബുദ്ധിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. ഇപ്പം അന്യഭാഷയെക്കുറിച്ചുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി. പൗലോസിൻ്റെ പഠിപ്പിക്കൽ എന്താണെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, സ്പീക്കിംഗ് ഇൻ ടങ്ങിനകത്ത് പാഗൻ റിലിജിയൻസ് പോലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഈ ട്രൈബ്സൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് ഇതെന്താണെന്ന് ആൾക്കും തിരിച്ചറിയുന്നില്ല എന്നുള്ളതുകൊണ്ട് പല സഭകളും ഇന്ന് അന്യഭാഷ സംസാരിക്കാനായിട്ട് വിലക്കുന്നതിൻ്റെ കാരണമുണ്ട്. അതിൻ്റെ കാരണം അവരവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുന്നതല്ലാതെ അതിൻ്റെ ഒരു മീനിങ് ആൾക്ക് മനസ്സിലാവുന്നില്ല. ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഗ്ലോസലേലിയ എന്നും സെനോഗ്ലോസിയ എന്ന് പറയുന്ന 2 വാക്കുകൾ പറഞ്ഞു. സെനോഗ്ലോസിയയിൽ മറ്റുള്ള ലാംഗ്വേജിലുള്ളതാണ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഗ്ലോസലേലിയ എന്ന് പറഞ്ഞ വാക്കുകളിൽ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല, ദൈവത്തോട് പറയുന്നു എന്നും പറഞ്ഞു. അവിടെ നമ്മൾ എല്ലാവരും തന്നെ പൗലോസ് പറഞ്ഞ പോലെ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനകത്ത് കുഴപ്പമില്ല, ദൈവത്തോട് സംസാരിക്കുകയാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം നമുക്ക് ആ വരം തരും. വരം തരുന്നതനുസരിച്ച് ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ എപ്പിസോഡ് നിങ്ങൾ എടുത്ത് കാണുക. 66, 64, 65 ഒക്കെയുള്ള എപ്പിസോഡാണ് ഈ അന്യഭാഷയെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് നമ്മളത് കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കാണുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യുക. നമ്മളിനിയും വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ടല്ലോ. നിങ്ങളിത് അറ്റൻഡ് ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് കാണുന്നവർ അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. ദൈവത്തിൻ്റെ വരങ്ങൾ ഞങ്ങളെ ജ്വലിപ്പിക്കാനായിട്ട് കർത്താവെ സഹായിക്കണം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ വരങ്ങളെക്കുറിച്ച് വാഞ്ചിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പാൻ കർത്താവെ സഹായിക്കണം. സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്ന വരങ്ങൾ ഞങ്ങളിൽ തെളിഞ്ഞു വരുവാൻ കർത്താവെ ഈ ദിവസങ്ങളിൽ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ ഇട്ട് തരിക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.